ഹീറോ ഹോണ്ട 90 മുതൽ ഈ പേര് മിക്ക ആളുകൾക്കും അറിയാം. കാരണം ടൂ വീലർ മാനുഫാക്ചറിംഗിൽ ലോകത്തിൽ തന്നെ ഒന്നാമതായി നിന്നിരുന്ന കമ്പനിയാണ്. പക്ഷേ ഇത്ര പ്രോഫിറ്റബിൾ ആയിട്ടും എന്തുകൊണ്ടാണ് ഹീറോ ഹോണ്ട കമ്പനി സ്പ്ലിറ്റ് ആയത്? ഇന്ത്യയിൽ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി വിദേശി കമ്പനികൾ ഇന്ത്യയിലെ കമ്പനികളുമായി കരാർ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. ജപ്പാൻ കമ്പനിയായ ഹോണ്ട ഇന്ത്യയിലെ മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ വേണ്ടി ഇന്ത്യയിലെ പ്രസിദ്ധ കമ്പനിയായ ഹീറോ കമ്പനിയുമായി 1984 കരാറിൽ ഏർപ്പെട്ടു. ആദ്യം സൈക്കിൾ മാനുഫാക്ചറിംഗ് കമ്പനിയായിരുന്നു ഹീറോ. ഈ കരാറിന് ശേഷം ഹീറോ ഹോണ്ട എന്ന് കമ്പനിയുടെ പേരും മാറ്റുകയും ചെയ്തു. 2001 ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൂ വീലർ മാനുഫാക്ചറിംഗ് കമ്പനിയായി ഹീറോ ഹോണ്ട വളർന്നു. ഈ കമ്പനിയുടെ CD100, സ്പ്ലെൻഡർ പ്ലസ് പോലെയുള്ള ബൈക്കുകൾ ഇന്നും ആളുകൾക്കൊരു ഹരമാണ്. ഇത്രയും പ്രസിദ്ധമായ കമ്പനി തമ്മിൽ വേർപിരിയാൻ കാരണം എന്താണ്? ഹീറോ കമ്പനിയുമായി ചേരുന്നതിന് മുമ്പ് തന്നെ ഹോണ്ട കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ വിദേശി മാർക്കറ്റുകളിൽ വിറ്റുകൊണ്ടിരുന്നു. നിലവിൽ വിദേശങ്ങളിൽ ഹോണ്ട കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ ഉള്ളതുകൊണ്ട് ഹീറോ ഹോണ്ട പ്രൊഡക്റ്റുകൾ ശ്രീലങ്ക, നേപ്പാൾ, ബംഗ്ലാദേശ് ഒഴികെ വേറെ ഒരു രാജ്യങ്ങളിലും എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. ഹീറോ കമ്പനിക്ക് അവരുടെ പ്രൊഡക്റ്റുകൾ ലോകത്തിന് മുമ്പിൽ കാണിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഈ ഒരു കാരണം കൊണ്ട് 2010 ചില നിബന്ധനകളോട് കൂടി ഹീറോ കമ്പനി ഹോണ്ടയുമായുള്ള കരാറ് അവസാനിപ്പിച്ചു. ഈ രണ്ട് കമ്പനികളിൽ നിങ്ങളുടെ ഫേവറേറ്റ് കമന്റ് ചെയ്യുക.